നമസ്കാരം, എൻ്റെ പേര് നാസിഫ നവാസ്. There is plenty of room at the bottom. 1956 ഡിസംബർ 29 ഈ വാക്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് വിഖ്യാത ഭൗതികശാസ്ത്രജ്ഞനായിരുന്ന റിച്ചാർഡ് പി ഫെയ്മാൻ ആയിരുന്നു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളും സ്കാനിംഗ് ടണലിംഗ് മൈക്രോസ്കോപ്പുകളും ഉപയോഗിച്ച് കാണുവാൻ സാധിക്കുന്ന 100 കോടിയിൽ ഒരംശം മാത്രം വലുപ്പമുള്ള നാനോ കണങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്രകാരം പ്രതിപാദിച്ചത്. ഈ അതിസൂക്ഷ്മ കണങ്ങളുടെ അത്ഭുത ലോകത്തേക്കുള്ള വാതിൽ തുറക്കുകയാണ് നാനോ ടെക്നോളജി എന്ന പുസ്തകത്തിലൂടെ രസതന്ത്ര അധ്യാപകനായ ജേർലി. നാനോ കണങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ശക്തമായത് 20-ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തോടെയാണ് എങ്കിലും അവയുടെ പ്രയോഗത്തിന് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുണ്ട്. ലൈക്കർഗി സ്ഫടികങ്ങൾക്ക് നിറം പകരാനായി നാനോ കണങ്ങളാണ് എന്ന് തിരിച്ചറിവില്ലാതെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും അതിസൂക്ഷ്മ കണങ്ങൾ 4-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഉപയോഗിച്ചു പോന്നിരുന്നു. നാനോ ടെക്നോളജിയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങൾ പ്രകൃതിയിലാണ് എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഏറ്റവും സങ്കീർണവും കാര്യക്ഷമവുമായ നാനോ യന്ത്രം ജീവകോശങ്ങളായിരിക്കാം. തന്മാത്രാതീത രസതന്ത്രത്തിന്റെ ജനനത്തിനു തന്നെ കാരണമായ നാനോ ടെക്നോളജി വൈദ്യമേഖലയുടെയും ഇലക്ട്രോണിക്സ് മേഖലയുടെയും ഭാവി നിർണ്ണയിക്കുന്ന ഘടകമായി മാറിയിരിക്കുകയാണ്. സെൻസർ അടങ്ങിയ നാനോ കണങ്ങളുടെ സഹായത്താൽ അർബുദം പോലെയുള്ള രോഗങ്ങൾ പ്രാരംഭത്തിൽ തന്നെ കോശങ്ങളുടെ വ്യതിയാനം കണക്കിലെടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജനിതക രോഗങ്ങളും നാനോ സെൻസറുകൾക്ക് ഇന്ന് തിരിച്ചറിയാൻ കഴിയും. നാം നിത്യേന കാണുന്ന ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ട്രാൻസിസ്റ്ററുകളും സെമി കണ്ടക്ടറുകളും നാനോ ടെക്നോളജിയുടെ സംഭാവനയാണ്. പ്രകൃതിയെ ഏറ്റവും അധികം മലീമസമാക്കുന്ന രാസവ്യവസായ മേഖലയിൽ നാനോ ടെക്നോളജിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റങ്ങൾക്ക് മനുഷ്യന്റെ തെറ്റുമൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും. ഹരിത രസതന്ത്രത്തിലൂടെ പാരിസ്ഥിതിക ആഘാതം കുറവുള്ള പദാർത്ഥങ്ങൾ നിർമ്മിക്കുവാനും പരമ്പരാഗത പെട്രോളിയം ഊർജ സ്രോതസ്സുകൾക്ക് പകരം നൂതന മാർഗങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനും നാനോ ടെക്നോളജിക്ക് സാധിക്കുമെന്ന് ഈ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഏതൊരു സാങ്കേതിക വിദ്യയും അത് വിജയകരമാകണമെങ്കിൽ സാധാരണക്കാർക്ക് ലഭ്യമായ നിരക്കിൽ അത് കമ്പോളത്തിൽ ഇറങ്ങണം. പക്ഷേ നാനോ ടെക്നോളജി വളർന്നു വരുന്ന ഒരു മേഖലയായതിനാൽ നാനോ ഉൽപ്പന്നങ്ങൾ ജനകീയമാകുവാൻ നാം ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. ഏതൊരു സാങ്കേതിക വിദ്യയും അതിൻ്റെ ഗുണമേന്മ തിരിച്ചറിഞ്ഞ് നന്നായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഒരുപക്ഷെ വിപത്തായി മാറാം. നാനോ കണങ്ങൾ മനുഷ്യൻ്റെയോ ജന്തുക്കളുടെയോ ഉള്ളിൽ ചെല്ലുന്നത് ആപത്താണ്. ഭാവിയുടെ സാങ്കേതിക വിദ്യയായ നാനോ ടെക്നോളജി യുദ്ധത്തിൽ ആയുധങ്ങൾ നിർമ്മിക്കാനായി ഉപയോഗിക്കപ്പെടാം. എന്നിരുന്നാലും വിവേകപൂർണമായ വിനിയോഗത്തിലൂടെ അനന്തമായ അവസരങ്ങളാണ് നാനോ ടെക്നോളജി മുന്നോട്ട് വെക്കുന്നത്. നാനോ ടെക്നോളജി അതിസൂക്ഷ്മ കണങ്ങളുടെ അത്ഭുത ലോകം എന്ന ജേർലിയുടെ ഈ പുസ്തകത്തിൽ നാനോ ടെക്നോളജി കൈവരിച്ച നേട്ടങ്ങളും ലോകത്ത് കൊണ്ടുവന്ന മാറ്റങ്ങളും എന്നതിലുപരി ഭാവിയിൽ നാനോ ടെക്നോളജി സമ്മാനിക്കുന്ന സാധ്യതകളും അതിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങളും കൂടി ചർച്ച ചെയ്യുന്നു. ശാസ്ത്രത്തെ സ്നേഹിക്കുന്ന ഭാവി ലോകത്തെക്കുറിച്ച് അറിയുവാൻ ജിജ്ഞാസയുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഏറെ പ്രയോജനകരമായ പുസ്തകമാണ് നാനോ ടെക്നോളജി അതിസൂക്ഷ്മ കണങ്ങളുടെ അത്ഭുത ലോകം. നന്ദി.